എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് അതിൻ്റെ പ്രൊവിഷൻ പഠിച്ച് ഒന്നുകൂടെ ടെക്സ്റ്റ് തന്നെ യൂസ് ചെയ്ത് വായിച്ച് നിങ്ങൾ അതിൻ്റെ ആൻസർ തന്നെത്താനെ ഫ്രെയിം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് കൺഫേം ചെയ്യുക. എന്നിട്ട് ഇന്നത്തെ സെഷൻ കാണുക. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വന്നിട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1913 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യൂണിറ്റ് 1-ൽ നിന്ന് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രൊവിഷൻസ് ആയിരുന്നു ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രൈസ്, അതായത് ഒരു തേർഡ് പാർട്ടി വന്നിട്ട് നമ്മുടെ കോൺട്രാക്ട് ഓഫ് സെയിലിൽ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രൊവിഷൻസ് നമ്മൾ സെക്ഷൻ 10-ലൂടെ പഠിച്ചു. ആൻഡ് ഓൾസോ ഒരു കോൺട്രാക്റ്റിൽ എങ്ങനെയൊക്കെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് സെക്ഷൻ 9-ൽ നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, പ്രീവിയസ് ഇയർ ജൂൺ 24-ൽ ചോദിച്ചിട്ടുള്ള ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സോണിയ ആൻഡ് പ്രിയയുടെ കേസ് അല്ലേ? പ്രിയയുടെ ഫാദർ വന്നിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ. സോ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ഈ ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് കൺഫേം ചെയ്യണം. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊവിഷൻ ഏത് ഭാഗമാണെന്നുള്ളത് പ്രൊവിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്രൊവിഷനിൽ നിന്ന് ഇനി വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആ ഒരു പ്രൊവിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു വാലിഡ് ആൻസർ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ആ ഒരു കാര്യം കൺഫേം ചെയ്യുക. എന്നിട്ട് മാർക്കിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് അനാലിസിസ് ഒക്കെ ഫ്രെയിം ചെയ്തു. ചോദ്യത്തിനനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ കൊടുത്തുകൊണ്ടുള്ള ഒരു കൺക്ലൂഷൻ നമ്മൾ ഫ്രെയിം ചെയ്തു അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി വേറെ ഏതൊരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മളത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുക. എന്നതിന് ശേഷം മാത്രം ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Mr. Chetan was traveling to Manali with his wife by bus of Himalayan Travels Private Limited. അപ്പോൾ നമ്മുടെ രണ്ട് കോൺട്രാക്ടിങ് പാർട്ടീസിന് ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് തന്നെ കിട്ടിയല്ലോ. ഓക്കെ, ആൻഡ് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നോക്കാം. ഡ്യൂ ടു സം ടെക്നിക്കൽ ഡിഫോൾട്ട് ഇൻ ദ ബസ്, ദ ഡ്രൈവർ ഹാസ് ടു സ്റ്റോപ്പ് ദ ബസ് ഇൻ എ മിഡ് വേ ഇൻ കോൾഡ് നൈറ്റ്. The driver advised the passengers to get to the shelter in the nearest hotel, which was at the distance of only 1 kilometer from the place. Okay. The wife of Mr. Chetan caught cold and fell ill due to being asked to get down, and she had to walk in the cold night to reach the hotel. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്നുള്ളത്. പിന്നീട് എന്ത് സംഭവിച്ചു? മിസ്റ്റർ ചേതൻ ഫയൽഡ് ദ സ്യൂട്ട് അഗെയിൻസ്റ്റ് ഹിമാലയൻ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. മിസ്റ്റർ ചേതൻ എന്ത് ചെയ്തു? കേസ് ഫയൽ ചെയ്തു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഫോർ ഡാമേജസ് ഫോർ പേഴ്സണൽ ഇൻകൺവീനിയൻസ്, ദെൻ ഹോട്ടൽ ചാർജസ്, ദെൻ ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹിസ് വൈഫ്. ഈ 3 കാര്യങ്ങൾ ചാർജ് ചെയ്തിട്ട് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ആളെന്ത് ചെയ്തു? സ്യൂട്ട് ഫയൽ ചെയ്തു. ഓക്കെ, എക്സ്പ്ലെയിൻ വെദർ മിസ്റ്റർ ചേതൻ വുഡ് ഗെറ്റ് കോമ്പൻസേഷൻ ഫോർ വിച്ച് ഹി ഫയൽഡ് ദ സ്യൂട്ട് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇതാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൂടെ എന്ത് ചെയ്യുക? പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ കോൺട്രാക്ടിങ് പാർട്ടീസ് എന്ന് പറയുന്നത് മിസ്റ്റർ ചേതൻ ആൻഡ് ഹിമാലയൻ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഡാമേജസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? സ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡാമേജസിന് വേണ്ടി സ്യൂ ചെയ്യുമ്പോഴുള്ള സെക്ഷൻ എന്താണ്? സ്യൂട്ട് ഫോർ ഡാമേജസ് സെക്ഷൻ 73 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, അതായത് നമ്മളുടെ യൂണിറ്റ് 5-ൽ നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആയാൽ അവിടെ ഉണ്ടാകുന്ന റെമഡീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് 5-ൽ പഠിക്കുന്നുണ്ട് അല്ലേ? ആ യൂണിറ്റ് 5-ൽ അത് പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ റെമഡീസ് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് സ്യൂട്ട് ഫോർ ഡാമേജസ്. അതിൽ സെക്ഷൻ 73 ആണ് നമ്മളിവിടെ കോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സെക്ഷൻ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നിങ്ങൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക ഡീറ്റെയിൽ ആയിട്ട്. ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല, നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ആൻസർ ഫോർമാറ്റ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊവിഷൻ കോട്ട് ചെയ്യുക, അതുപോലെ തന്നെ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ. ഇവിടെ ഞാൻ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ ഒരൊറ്റ പാരഗ്രാഫായിട്ട് ഫ്രെയിം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിന് മാർക്സ് എന്ന് പറയുന്നത് 4 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ പാരഗ്രാഫിൽ ആഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരുന്നു സിറ്റുവേഷൻ, എന്തായിരുന്നു കോൺട്രാക്ട് എന്ന് പറയുന്നത്? മിസ്റ്റർ ചേതൻ ആൻഡ് വൈഫിനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് മണാലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഹിമാലയൻ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡും ചേതനും തമ്മിലുള്ള ഒരു കോൺട്രാക്ട്. ഇൻ ബിറ്റ്വീൻ ഹിമാലയൻ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പാർട്ട് ഓഫ് പെർഫോമൻസ് ആയിട്ടുള്ള അവരുടെ പെർഫോമൻസ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഡ്യൂ ടു സം ടെക്നിക്കൽ ഡിഫോൾട്ട് അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി അവർ തമ്മിലുള്ള കോൺട്രാക്റ്റിന് എന്ത് സംഭവിച്ചു? ബ്രീച്ച് സംഭവിച്ചു. ഫെയിലിയർ ടു പെർഫോം. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ടു പെർഫോം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് സംഭവിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഫെയിലിയർ ഉണ്ടായതുകൊണ്ട് തന്നെ, ആ ഒരു ബ്രീച്ച് അവിടെ സംഭവിച്ചത് കൊണ്ട് മാത്രം ഈ മിസ്റ്റർ ചേതനും വൈഫിനും കുറച്ച് പേഴ്സണൽ ഇൻകൺവീനിയൻസ്, അതുപോലെ തന്നെ എക്സ്ട്രാ ഹോട്ടൽ ചാർജസ് ആയി, മെഡിക്കൽ സിറ്റുവേഷൻസ് വന്നതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് കുറച്ച് എക്സ്പെൻസ് ആയി, ഇങ്ങനെ കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിട്ടുണ്ട്. സോ സെക്ഷൻ 73 പറയുന്നുണ്ട്, സ്യൂട്ട് ഫോർ ഡാമേജസിൽ പറയുന്നുണ്ട്, ഓൺ ബ്രീച്ച് ഓഫ് എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആവുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും? അവിടെ എന്തെങ്കിലും ഡാമേജസ് അല്ലെങ്കിൽ ലോസ് ദ പാർട്ടി ഹു സഫേഴ്സ് ഫ്രം സച്ച് എ ബ്രീച്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണത് പേ ചെയ്യേണ്ടത്? ദ പാർട്ടി ഹു ബ്രോക്കൺ ദ കോൺട്രാക്ട്. ഇവിടെ ആരാണ് ദ പാർട്ടി ഹു ബ്രോക്കൺ ദ കോൺട്രാക്ട് എന്ന് പറയുന്നത്? നമ്മുടെ ഹിമാലയൻ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ദ പാർട്ടി ഹു ബ്രോക്കൺ ദ കോൺട്രാക്ട്. പാർട്ടി ഹു ബ്രോക്കൺ ദ കോൺട്രാക്ട്. ഓക്കെ, മിസ്റ്റർ ചേതൻ ആൻഡ് വൈഫാണ് ആര്? പാർട്ടി ഹു സഫേഴ്സ് ഫ്രം ദറ്റ് ബ്രീച്ച്. ഓക്കെ, അത്ര നമുക്ക് മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി നമുക്ക് പ്രൊവിഷൻ പാർട്ട് ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. ഓക്കെ, സോ പ്രൊവിഷൻ ഏതായിരുന്നു? സ്യൂട്ട് ഫോർ ഡാമേജസ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഹെഡിങ് അതുപോലെ കൊടുത്തിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ. എന്നിട്ട് സെക്ഷൻ 73 പ്രകാരം എന്താണ്? ഓൺ ബ്രീച്ച് ഓഫ് എ കോൺട്രാക്ട് ദ പാർട്ടി ഹു സഫേഴ്സ് ഫ്രം സച്ച് എ കോൺട്രാക്ട് ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് വാട്ട്? കോമ്പൻസേഷൻ. ആരുടെ കയ്യിൽ നിന്നാണ്? ഫ്രം ദ പാർട്ടി ഹു ബ്രോക്കൺ ദ കോൺട്രാക്ട്. എന്തിനുള്ള കോമ്പൻസേഷൻ ആണ്? ഫോർ ലോസ് അല്ലെങ്കിൽ ഡാമേജസ്. അത് എങ്ങനെയൊക്കെ ആവാം? നാച്ചുറലി എറോസ് ചെയ്ത ഒരു നാച്ചുറലി ആ ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആകുമ്പോൾ നാച്ചുറലി അങ്ങനെ സംഭവിക്കുന്നു. വേറെ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കോൺട്രാക്ട് പെർഫോമൻസ് നടന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ബ്രീച്ച് അല്ലെങ്കിൽ ഇങ്ങനൊരു ലോസ് അല്ലെങ്കിൽ ഡാമേജ് അവിടെ സംഭവിക്കുമായിരുന്നു. അതിനാണ് നാച്ചുറലി എറോസ് ഇൻ സച്ച് എ ബ്രീച്ച് എന്ന് പറയുന്നത്. ഇനി അല്ല, ഇവർക്ക് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അറിയാമായിരുന്നു ഈ ഒരു കോൺട്രാക്റ്റിന് പെർഫോമൻസ് നടന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആകുവാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്പെഷ്യൽ ഡാമേജസ് അവിടെ സംഭവിക്കുമായിരുന്നു എന്ന് ഇവർക്ക് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്ത സമയത്തെ അറിയാമായിരുന്നു. അങ്ങനെ ഒരു ലോസ് അല്ലെങ്കിൽ ഡാമേജ് ആണെന്നുണ്ടെങ്കിലും കോമ്പൻസേഷന് എൻറ്റൈറ്റിൽഡ് ആണ്. ആൻഡ് അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. റിമോട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലോസ് അല്ലെങ്കിൽ ഡാമേജസ് ഒന്നും ഇവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം സെക്ഷൻ 73 മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പ്രൊവിഷൻ ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഹെഡിങ് കൊടുക്കാം, സ്യൂട്ട് ഫോർ ഡാമേജസ്. ഓക്കെ, സെക്ഷൻ 73 സെക്ഷൻ അറിയാവുന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്യുക. കോട്ട് ചെയ്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. സെക്ഷൻ 73 ഓഫ് ആക്ട് കൂടെ മെൻഷൻ ചെയ്യുക. ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്താണ് പറയുന്നത്? ഓൺ ബ്രീച്ച് ഓഫ് എ കോൺട്രാക്ട് ദ പാർട്ടി who suffers from such breach is what? Is entitled to എന്തിനു വേണ്ടിയിട്ട്? receive compensation. എന്തിനു വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ആണ്? compensation for loss or damages from the party who broken the contract. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണ് കോൺട്രാക്ട് ബ്ലോക്ക് ചെയ്തത്? ഹിമാലയൻ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആൻഡ് ഇനി ഈ പറഞ്ഞ ലോസ് അല്ലെങ്കിൽ ഡാമേജസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. സച്ച് ലോസ് അല്ലെങ്കിൽ ഡാമേജസ് മേ അറൈസ് നാച്ചുറലി ഓർ വിച്ച് ആർ നോൺ ടു ദ പാർട്ടീസ്. എപ്പോൾ? വെൻ ദേ മെയ്ഡ് ദ കോൺട്രാക്ട്. അതായത് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇവർക്ക് അറിയാമായിരുന്നു ബ്രീച്ച് സംഭവിച്ചാൽ ഇങ്ങനെ ഒരു ലോസ് അവിടെ സംഭവിക്കും, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിക്കും എന്നുള്ളത്. ദെൻ ദേ മെയ്ഡ് ദ കോൺട്രാക്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുക, സച്ച് ലോസ് ഓർ ഡാമേജസ് ഷുഡ് നോട്ട് ബി വാട്ട്? റിമോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലോസ് ഒന്നും ആവാനായിട്ട് പാടില്ല. ഇൻഡയറക്റ്റ് ടു ദ ബ്രീച്ച് ഓഫ് സച്ച് കോൺട്രാക്ട്. പ്രൊവിഷൻ പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഇതൊക്കെ.
മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. മെയിനായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷന് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ ഈ പ്രൊഫഷനെ വെച്ചിട്ട് ഒന്നുകൂടെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്തൊക്കെ ഡാമേജസ് ആണ് മിസ്റ്റർ ചേതൻ ക്ലെയിം ചെയ്തിട്ടുള്ളത്? പേഴ്സണൽ ഇൻകൺവീനിയൻസിനുള്ള ഡാമേജസ് ക്ലെയിം ചെയ്തിട്ടുണ്ട് അല്ലേ? പേഴ്സണൽ ഇൻകൺവീനിയൻസ് ഉണ്ടായി. അത് ഈ പറഞ്ഞ കോൺട്രാക്റ്റ് ബ്രീച്ച് ആയതുകൊണ്ട് മാത്രം ഉണ്ടായിരുന്നല്ലേ? ഈ സപ്പോസ് അവർക്ക് ആ ഒരു ഹിമാലയൻ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കറക്റ്റായിട്ട് ആ ഒരു പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇവർക്ക് രാത്രിയിലുള്ള ഈ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ആ രാത്രിയിൽ ഒരു ഹോട്ടൽ ചാർജ് അവർക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ടും ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും ഇവർക്ക് ഡയറക്റ്റ്ലി ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ആയതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ ഈ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ചാർജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലോസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിന് ഇൻഡയറക്റ്റ് ലോസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിമോട്ട് ലോസ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ എളുപ്പമായില്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് മിസ്റ്റർ ചേതന് കോമ്പൻസേഷൻ കിട്ടും? പേഴ്സണൽ ഇൻകൺവീനിയൻസ് ആൻഡ് ഹോട്ടൽ ചാർജസിന് കോമ്പൻസേഷൻ കിട്ടും. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹിസ് വൈഫ് ഇൻഡയറക്റ്റ് ലോസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡാമേജ് ആയതുകൊണ്ട് തന്നെ അതിന് കോമ്പൻസേഷനുള്ള പ്രൊവിഷൻ നമ്മൾക്ക് സെക്ഷൻ 73 അലോ ചെയ്യുന്നില്ല എന്നൊരു കാര്യം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ ഫ്രെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ കൂടെ ഫ്രെയിം ചെയ്യാം. ഓക്കെ, അനാലിസിസിൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഇൻ ദിസ് കേസ് മിസ്റ്റർ ചേതൻ എന്തിനൊക്കെ വേണ്ടിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എഴുതുക. സോ നമുക്ക് എഴുതാം, മിസ്റ്റർ ചേതൻ, നമുക്ക് ബ്ലാക്ക് ആണല്ലോ അല്ലേ? ഓക്കെ, മിസ്റ്റർ ചേതൻ ഫയൽഡ് സ്യൂട്ട് ഫോർ ഡാമേജസ് ഓഫ് personal inconvenience. On the personal inconvenience, then what? Hotel charges and expenses for hospital treatment for his wife. ഇതാണ് അനാലിസിസിന്റെ ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ മതി. 4 മാർക്സിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ആൻഡ് കൺക്ലൂഷൻ ആണ്. ഇനി കൺക്ലൂഷനിൽ നമുക്ക് എന്താണ് വരുന്നത്? ആസ് പെർ ദ റെലവൻറ്റ് പ്രൊവിഷൻസ്, we can conclude that നമ്മുടെ ക്വസ്റ്റൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. നമുക്ക് വായിച്ച് നോക്കാം. We can conclude that നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? Whether Mr. Chetan would get compensation for which he filed the suit under this act. Okay, we can conclude that. ഇതിന് ആൻസർ കൊടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ കൺക്ലൂഷൻ. Mr. Chetan can get compensation എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? For personal inconvenience and hotel charges. Okay, but hospital treatment for his wife എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്? റിമോട്ട് ലോസ് അല്ലെങ്കിൽ ഡാമേജസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈസ് കൺസിഡർഡ് ആസ് ഇൻഡയറക്റ്റ് ലോസ് എന്ന് നമുക്ക് കൊടുക്കാം. ഇൻഡയറക്റ്റ് ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസ്. ഓക്കെ, therefore എന്ത് കിട്ടില്ല? നോട്ട് എൻറ്റൈറ്റിൽഡ് ടു കോമ്പൻസേഷൻ, എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് കോമ്പൻസേറ്റഡ് ഫോർ ദ സെയിം. ഓക്കെ, സോ ഹിയർ ഈസ് അവർ പ്രൊവിഷൻ ആൻഡ് അനാലിസിസ് കൺക്ലൂഷൻ. എല്ലാം ആയിട്ടുണ്ടല്ലോ. ഓക്കെ, എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ദ കോമ്പൻസേഷൻ ഫോർ ദ സെയിം. യെസ്, അപ്പോൾ നമ്മളുടെ 4 മാർക്സിനുള്ള ആൻസർ ആയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. നെസസറി ആയിട്ടുള്ള അനാലിസിസും നമ്മളുടെ ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ കൺക്ലൂഷനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർക്സ് എങ്ങനെയാണ് ഇനി അലോക്കേറ്റഡ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് 2 മാർക്സ് ഈച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. പ്രൊവിഷന് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ് വരുന്നത്. ആൻഡ് അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ രണ്ടും കൂടി നമുക്കൊരു 2 മാർക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൽ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ്? നമ്മുടെ കൺക്ലൂഷൻ പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മാർക്സും അലോക്കേറ്റഡ് ആവുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ICAയുടെ സജസ്റ്റഡ് ആൻസർ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുകൂടെ നോക്കാം. മോക്ക് ജൂലൈ 2024 സീരീസ് 1 മോക്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. സെക്ഷൻ 73 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 provides that when a contract has been broken, the party who suffers by such a breach is entitled to receive what from the party who has broken the contract
compensation for any loss അല്ലെങ്കിൽ damages caused to him thereby. ആൻഡ് ആ ലോസിൻ്റെ ഡാമേജിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്, വിച്ച് നാച്ചുറലി അറോസ് ഇൻ ദ യൂഷ്വൽ കോഴ്സ് ഓഫ് തിങ്സ് ഫ്രം സച്ച് ബ്രീച്ച്, അല്ലാന്നുണ്ടെങ്കിൽ വിച്ച് പാർട്ടീസ് ന്യൂ വെൻ ദേ മെയ്ഡ് ദ കോൺട്രാക്ട്. ഓക്കെ, ബട്ട് സച്ച് കോമ്പൻസേഷൻ ഈസ് നോട്ട് to be given for any remote അല്ലെങ്കിൽ indirect loss or damage sustained by reason of breach. And analysis ആണ് ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അനാലിസിസ് എന്താണ്? ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് മിസ്റ്റർ ചേതൻ ഫയൽഡ് സ്യൂട്ട് അഗെയിൻസ്റ്റ് ഹിമാലയൻ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫോർ ഡാമേജസ് ഫോർ പേഴ്സണൽ ഇൻകൺവീനിയൻസ്, ഹോട്ടൽ ചാർജസ് ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹിസ് വൈഫ്. അത്രയുമാണ് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി കൺക്ലൂഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് എബവ് പ്രൊവിഷൻസ് ആൻഡ് ഫാക്ട്സ് ഓഫ് ദ കേസ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് മിസ്റ്റർ ചേതൻ ക്യാൻ ക്ലെയിം ഡാമേജസ് ഫോർ പേഴ്സണൽ ഇൻകൺവീനിയൻസ് ആൻഡ് ഹോട്ടൽ ചാർജസ് ബട്ട് നോട്ട് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹിസ് വൈഫ് ബിക്കോസ് ഇറ്റ് ഈസ് എ റിമോട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലോസ്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ആൻസറിലും വന്നിട്ടില്ലേ? ദ പ്രൊവിഷൻ, അനാലിസിസ് ആയി, കൺക്ലൂഷൻ. ഓക്കെ, നമ്മളുടെ ആൻസറുമായിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കണം, നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. നമ്മളുടെ സെക്ഷൻ 73 എടുക്കണം ടെക്സ്റ്റിൽ നിന്ന് അതിൻ്റെ പ്രൊവിഷൻസ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കണം. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആൻസർ ഫ്രെയിം ചെയ്ത് നോക്കണം. സപ്പോസ് ഇതൊരു 7 മാർക്സ് അല്ലെങ്കിൽ ഒരു ഹയർ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും ആയിരുന്നു ആൻസർ എന്നുള്ളത് നിങ്ങളൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കുക. 3 to 4 മാർക്സിനാണെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇൻ കേസ് ഇതൊരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടത് അനാലിസിസിൻ്റെ പാരഗ്രാഫിലാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കോംപ്രമൈസ് അവിടെ വരുത്താം. പക്ഷേ കൺക്ലൂഷനും പ്രൊവിഷനും നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഫ്രെയിം ചെയ്യുക. സോ ഇത്രയുമായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ നിന്നുള്ള സ്യൂട്ട് ഫോർ ഡാമേജസ് സെക്ഷൻ 73. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വായിച്ച് നോക്കുക, റിവൈസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയി. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസും കൂടി ചെയ്തു പോകുന്നുണ്ട്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും നിങ്ങൾ റിവൈസ് ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ കൺഫേം ചെയ്യുക. എലോങ് വിത്ത് ലോ ബാക്കിയുള്ള സബ്ജക്ട്സും കൂടെ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. ഓൾ ദി ബെസ്റ്റ്.